മഹാഭാരത യുദ്ധത്തിൽ കൗരവരേവരും നശിച്ചു. കൗരവപക്ഷം നിന്ന് പോരാടിയ കൃപരും അശ്വത്ഥാമാവും മാത്രം അവശേഷിക്കപ്പെട്ടു. എന്നാൽ പാണ്ഡവരുടെ സർവനാശം മുന്നിൽ കണ്ടുകൊണ്ട് അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം ഉത്തരയുടെ ഗർഭപാത്രം ലക്ഷ്യമാക്കി അയച്ചു. അശ്വത്ഥാമാവിന്റെ അസ്ത്രത്താൽ ഗർഭസ്ഥ ശിശു മരണമടയുകയും തുടർന്ന് പാണ്ഡവരുടെ ഹിതം മാത്രം ആഗ്രഹിക്കുന്ന കൃഷ്ണൻ തന്റെ യോഗശക്തിയാൽ കുഞ്ഞിനെ ജീവിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഗർഭത്തിൽ തന്നെ വലിയൊരു പരീക്ഷണത്തെ നേരിട്ടതുകൊണ്ട് പിറക്കും മുൻപേ തന്നെ ആ ശിശുവിന് ഭഗവാൻ ഒരു പേരു നൽകി. അതാകുന്നു പരിഷിത്ത്. പുത്രന്മാരും ബന്ധുജനങ്ങളും എല്ലാം തന്നെ നഷ്ടമായ പാണ്ഡവർ ഹസ്തിനാപുരം പിൽക്കാലത്ത് ഭരിക്കുകയും കാലങ്ങൾക്ക് ശേഷം രാജ്യവും രാജ്യാധികാരവും പരിഷിത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനായി പുറപ്പെടുകയും ചെയ്തു. ചന്ദ്രവംശത്തിന്റെ അധിപനായി പരിഷിത്ത് ജീവിച്ചു. അങ്ങനെ ഒരിക്കൽ മൃഗയാവിനോദത്തിനായി പുറപ്പെട്ടു. ഒട്ടനവധി മൃഗങ്ങളെ വേട്ടയാടി അങ്ങനെ അദ്ദേഹം കൊടും വനത്തിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും അദ്ദേഹം ദാഹിച്ചു വലഞ്ഞിരുന്നു. ക്ഷീണിതനും ആയിരുന്നു. അല്പം ദാഹജലത്തിനായി ചുറ്റുപാടും നോക്കിയെങ്കിലും അവിടെയൊന്നും ഒരു പൊയ്കയോ അരുവിയോ യാതൊന്നും തന്നെ കാണുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാജാവ് മുൻപോട്ട് നീങ്ങി. അവസാനം ഒരു ആശ്രമം കണ്ടു. ആ ആശ്രമത്തിലെത്തി അല്പം ജലമാരായാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അവിടെ ഒരു സന്യാസിവര്യനെ അദ്ദേഹം കണ്ടു. ആ സന്യാസിയാകുന്നു മുനിവര്യനാകുന്ന ശമീകൻ. അങ്ങനെ ധ്യാനനിരതനായി ഇരിക്കുന്ന മഹാമുനിയുടെ മുൻപാകെ എത്തി കുടിവെള്ളം ആരാഞ്ഞു. എന്നാൽ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മുനിവര്യനാവട്ടെ അവിടെ നടക്കുന്നത് യാതൊന്നും തന്നെ അറിഞ്ഞതും ഉണ്ടായിരുന്നില്ല. പലതവണ ജലം ആരാഞ്ഞിട്ടും രാജാവ് മഹർഷിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതായി കണ്ടില്ല. അങ്ങനെ കണ്ടപ്പോൾ ആ മഹാരാജാവിൽ കലി ബാധിക്കുകയും തുടർന്ന് കോപിഷ്ഠനായി നിന്ന രാജാവിന്റെ മുൻപാകെ ഒരു ചത്ത പാമ്പിനെ കാണപ്പെടുകയും ഉണ്ടായി. തുടർന്ന് അഭിമന്യു ആത്മജൻ ആ ചത്ത പാമ്പിനെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ശമീകമുനിയുടെ കഴുത്തിൽ ഇടുകയും തുടർന്ന് അത് കണ്ടുനിന്ന് പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നേരം അവിടെ തുടർന്നതിന് ശേഷം കുടിവെള്ളം തേടി പരിഷിത്ത് പുറപ്പെട്ടു. എന്നാൽ അല്പസമയത്തിനു ശേഷം ശമീകപുത്രനാകുന്ന ശൃംഖി ആശ്രമത്തിൽ എത്തുന്നു. അപ്പോഴേക്കും തൻ്റെ പിതാവിനെ നേരിടേണ്ടി വന്ന പരിഹാസം കാണുകയും അത് കണ്ടുകൊണ്ട് കോപിഷ്ഠനായ ആ മുനികുമാരൻ തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഹസ്തിനാപുര രാജാവാകുന്ന പരിഷിത്താകുന്നു ഇതിന് കാരകനെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് മുനികുമാരൻ തൻ്റെ പിതാവിനോട് ഇത്തരം ചെയ്തികൾ ചെയ്ത പരിഷിത്ത് 7 ദിവസത്തിനകം തക്ഷക സർപ്പത്താൽ കൊല്ലപ്പെടുമെന്ന ഉഗ്രശാപം നൽകുകയും ചെയ്തു. തുടർന്ന് ഉഗ്രശാപത്തിന്റെ വിവരം മനസ്സിലാക്കിയ ശമീകൻ തന്റെ തപസ്സിൽ നിന്നും ഉണരുകയും ഭക്തനും ദേവാത്മജനുമാകുന്ന പരിഷിത്തിനെ തന്റെ മകൻ ശപിച്ചത് മനസ്സിലാക്കി വരുവാൻ പോകുന്ന ആപത്തിൽ ദുഃഖിതനായ മഹർഷി ഹസ്തിനാപുരത്തിലെത്തി വിവരം അറിയിക്കുന്നു. എന്നാൽ ഈ ശാപവിവരം കേട്ടിട്ടും പരിഷിത്തിന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കാരണം തൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാലും മന്ത്രിമാരും പ്രജകളും ഏവരും തങ്ങളുടെ രാജാവിനെ രക്ഷിക്കുവാൻ പല മാർഗങ്ങളും നോക്കി. അവസാനം അവർ തങ്ങളുടെ രാജാവിനായി ഒറ്റത്തൂണിൽ വളരെ ഉയരത്തിലായി പണികഴിപ്പിച്ച ഒരു സത്രം നിർമ്മിക്കുന്നു. തങ്ങളുടെ രാജാവിനെ അവിടെ താമസിപ്പിക്കുകയും ഉണ്ടായി. എന്നിരുന്നാലും പണ്ടുണ്ടായ പകയും, അതായത് ഖാണ്ഡവദഹന സമയത്ത് അർജുനനിൽ തക്ഷകനുണ്ടായ പകയും ഇപ്പോഴത്തെ ശാപവും എല്ലാം കൂടി ഒത്തിണങ്ങി നിൽക്കുന്ന സന്ദർഭം വന്നു. അങ്ങനെ രാജാവിന് ഭക്ഷിക്കുവാനുള്ള ഒരു പഴത്തിൽ ഒരു പുഴുവിന്റെ രൂപത്തിൽ കയറിക്കൂടിയ തക്ഷകൻ രാജാവിന്റെ മരണത്തിന് കാരണമായി. ശാപകാലമായ ആ 7 നാൾ രാജാവ് സത്രത്തിൽ കഴിച്ചുകൂട്ടി. ആ 7 നാൾ കൊണ്ട് വ്യാസമുനിയുടെ ശിഷ്യനാകുന്ന ശുഗമഹർഷി ഉപദേശിച്ചു നൽകിയ കഥയാകുന്നു മഹാഭാരതം. അതുകൊണ്ട് തന്നെയാകുന്നു നമ്മുടെ ക്ഷേത്രങ്ങളിൽ 7 ദിനം കൊണ്ട് മഹാഭാരത കഥ പാരായണം ചെയ്യുന്നതും സപ്താഹമായി കൊണ്ടാടുന്നതും. മഹാഭാരത കഥ കേട്ട പരിശുദ്ധ മഹാരാജാവിന് മോക്ഷപ്രാപ്തി ഉണ്ടായതായാണ് പറയപ്പെടുന്നത്.